തൃശൂർ പെരുവല്ലൂർ അംബേദ്കർ ഗ്രാമത്തിൽ വീട് ഭാഗികമായി ഇടിഞ്ഞു വീണു. മാസങ്ങളായി വെള്ളക്കെട്ടിലകപ്പെട്ട പെരുവല്ലൂർ സ്വദേശി ജാനകിയുടെ വീടാണ് തകർന്നു വീണത്. അപകടത്തിൽ ആളപായമില്ല. വെള്ളക്കെട്ടിന് കാരണം പ്രദേശത്തെ പാറക്വാറി നിറഞ്ഞത്. തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പരീക്ഷയിൽ 100% വിജയം ലഭിച്ച സ്കൂളുകളെ ആദരിച്ചു. സമാദരണം 2024 റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A. അൻസാർ അധ്യക്ഷനായി. തൃശൂർ എരുമപ്പെട്ടിയിൽ വൃക്കരോഗം ബാധിച്ച യുവാവിന്റെ ചികിത്സയ്ക്കായി വാട്സ്ആപ്പ് കൂട്ടായ്മ തെരുവ് ഗാനമേള സംഘടിപ്പിച്ചു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്നത് കടങ്ങോട് സ്വദേശി സുരേഷ്. ധനസമാഹരണത്തിൽ നിരവധി പേർ പങ്കാളികളായി. കണ്ണൂർ പാനൂരിൽ മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം തദ്ദേശീയം 25 എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ 3 വനിതാ നേതാക്കളെയടക്കം 8 BJP പ്രവർത്തകർക്കെതിരെ 107 വകുപ്പ് ചുമത്തി കേസെടുത്തു. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ, മണ്ഡലം പ്രസിഡന്റ്, നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. നടപടി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ. കാസർഗോഡ് ചികിത്സ മുടങ്ങിയതിനെ തുടർന്ന് 2 ദിവസത്തിനിടെ 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ മരിച്ചു. മരിച്ചത് ഹരികൃഷ്ണൻ, പ്രാർത്ഥന, അശ്വതി എന്നിവർ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങൾ.